ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് വരാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണാം രാജേന്ദ്രനെയാണ്. അപ്പോൾ പ്രഭാവതി കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. രാജേന്ദ്രൻ പൈസയും കൊണ്ട് വന്നപ്പോഴത്തേനും പ്രഭാവതി ഈ കാശ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പം മീനുവിനും അഖിലേക്കും ഭയങ്കര സങ്കടമായി. എന്താ പ്രഭാവതി ഇങ്ങനെ നോക്കുന്നത്? എന്താ വിശ്വാസമായില്ലേ? ഞാൻ രാജേന്ദ്രൻ തന്നെയാ പ്രഭാവതി, ഒരു മാറ്റവും. പിന്നെ ഇനി ഇത് വേണമെങ്കിൽ പൈസ തന്നെയാ, അകത്ത് കൊണ്ടുപോയി എണ്ണി നോക്കിക്കോ, ഇതാ വാങ്ങിക്കുക എന്ന് പറഞ്ഞു. പ്രഭാവതി അനങ്ങാതെ നിൽക്കുകയാണ്. വാങ്ങിക്ക് പ്രഭാവതി, കൈ വെച്ച് കൊടുക്കുക. ഇത് കല്ലും മണ്ണും ഒന്നുമല്ല, കാശ് തന്നെയാ, ഇതാ തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചു. ഇതോടെ കണ്ടപ്പോഴത്തേനും പ്രഭാവതിയുടെ കണ്ണ് ഇരുട്ടിലായിപ്പോയി. സത്യമാ പ്രഭാവതി പറഞ്ഞത്. ദേ ഇവരൊരുമിച്ച് ടൂർ പോകുന്ന കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും സ്കൂൾ കുട്ടികളുടെ ഒപ്പം ടൂർ പോകുന്നു എന്നാ എന്നോട് പറഞ്ഞത്. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇവരുടെ അമ്മ പറഞ്ഞിട്ടാ. ഇവർക്കൊപ്പം പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കടം വീട്ടുന്നവരെ കാത്തിരിക്കാൻ ഞാൻ പറയുമായിരുന്നു പ്രഭാവതി എന്ന് പറഞ്ഞു. എന്ത് പറയാനാ, പിന്നെ നമ്മളുടെ മനസ്സൊന്നും അല്ലല്ലോ ഇവരുടെ മനസ്സ്. ഇവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല, പണമല്ല അവർക്കാർക്കും വലുത്. അതുകൊണ്ട് ഇനി പിന്നെ മാലു പറഞ്ഞപ്പോഴാ ഞാൻ 4 പേരും ചേർന്നാണ് പോയതെന്ന് അറിയുന്നത് പോലും. അപ്പോൾ ഇതെല്ലാം കേട്ട പ്രഭാവതി നിശബ്ദയായിട്ട് നിൽക്കുക. അല്ല, ഇവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. എങ്കിലും ഒരു കാര്യം, എൻ്റെ മക്കളും മരുമക്കളും ചെയ്ത തെറ്റിന് ഞാൻ പ്രഭാവതിയോട് ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്ന് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഇതുകൂടെ കണ്ടപ്പം മീനുവിനും അഖിലയ്ക്കും വല്ലാത്ത സങ്കടമായിട്ടോ അച്ഛനിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പോൾ പ്രഭാവതി എങ്ങനെയാ ഇനി എൻ്റെ മക്കൾക്ക് ഈ വീട്ടിലേക്ക് കയറാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പം പെട്ടെന്ന് മുഖഭാവം അങ്ങ് മാറി. എങ്ങനെ കയറാമല്ലോ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. രാജേന്ദ്രൻ മുഖഭാവമൊക്കെ മാറുന്ന കണ്ടപ്പോൾ പ്രഭാവതി ഒന്ന് പുറകോട്ട് വലിഞ്ഞു. വേഗം ഒന്ന് വരണ്ടു എന്നുള്ളതാ സത്യം. മുഖത്ത് നോക്കുന്നില്ല ആള്. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ട്രോഫി തലത്ത് കിടക്കുന്നത്. വേഗം അതെടുത്തു മുണ്ടിൻ്റെ അറ്റത്ത് അതും വെച്ച് തൂത്തിട്ട് അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാ അർജുൻ, ഇത് വാങ്ങുക, ഇത് നിലത്തിട്ട് കളയേണ്ടതല്ല, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കേണ്ടതാ, വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ വാങ്ങിച്ചു. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അച്ഛൻ അനുമോദിക്കുകയാണ് രണ്ടുപേരെയും. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ, എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ എന്ത് സന്തോഷമായെന്നറിയാവോ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ദമ്പതിമാർ, അതും എനിക്കറിയാം. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കാഞ്ചനയും പ്രഭാവതിയും. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ, ഞങ്ങൾ നിങ്ങളോട് കള്ളം പറഞ്ഞു പോയത് തെറ്റായിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കച്ചാ. അത് വിട്, ഈ പ്രായത്തിൽ ടൂർ പോയില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് ഇനി പോണത്? അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ഇങ്ങനെ മഹേന്ദ്രനും പിന്നെ അച്ഛനും പറയണ്ടല്ലോ, എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞില്ലേ, മക്കൾ സന്തോഷമായിരിക്കാം. ശരി വാ, എന്നാൽ പിന്നെ നമുക്ക് വീടിനെ അകത്തേക്ക് കയറി പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നിൽക്കണം. എന്താ നിങ്ങളെന്തിങ്ങനെ നിൽക്കുന്നത്? എന്താ വരാത്തത്? ധൈര്യമായിട്ട് വാ. എടി, ഞാൻ വാങ്ങിയ കാശ് ദേ കടം വീട്ടി, നിങ്ങൾ കണ്ടതല്ലേ. ഇനി ഇപ്പം സന്തോഷമായിട്ട് എൻ്റെ മക്കളെ കയ്യും പിടിച്ച അകത്തേക്ക് കയറി വാ എൻ്റെ മരുമക്കളെ എന്ന് പറഞ്ഞു. അപ്പം പ്രഭാവതി ഒന്നും മിണ്ടിയില്ല. ഇനി ആരെങ്കിലും തടയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ, ആർക്കാ അതിനുള്ള തടയാനുള്ള ധൈര്യമെന്ന് എനിക്കൊന്ന് കാണണം, മക്കൾ ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട അർജുൻ മീനുവിൻ്റെയും കൈ പിടിച്ച് ഇവർ രണ്ടുപേരും നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. നമ്മൾ വാതിലടച്ചിട്ടിരിക്കുകയാണല്ലോ, വാതിൽ തള്ളി തുറന്ന് തന്നെ അകത്തേക്ക് കയറ്റി വിടുകയാണ് നമ്മുടെ രാജേന്ദ്രൻ. അപ്പോൾ മഹേന്ദ്രൻ വന്നിട്ട്, രാജേന്ദ്ര, അച്ഛൻ വന്നു. അച്ഛനും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പ്രഭാവതിയും കാഞ്ചനയും തുറിച്ചൊരു നോട്ടം നോക്കി. സത്യം പറഞ്ഞാൽ ഉരുകി താഴെ പോകും എന്ന അവസ്ഥയിലായി. അകത്തേക്ക് കയറി ചെന്നപ്പോൾ മഹേന്ദ്രൻ അടുത്തേക്ക് രാജേന്ദ്രൻ ചെന്നു. മഹേന്ദ്ര എന്ന് വിളിച്ചു. എടാ, അപ്പം മഹേന്ദ്രന് ഭയങ്കര സങ്കടമായി കേട്ടോ. ശരിക്കും രാജേന്ദ്രൻ്റെ അവസ്ഥ ഉണ്ട്. നിന്നോട് വാങ്ങിയ കാശ് പലിശ സഹിതം പ്രഭാവതി ഏൽപ്പിച്ചു. സന്തോഷമായില്ലേടാ നിനക്ക് എന്ന് ചോദിച്ചു. എന്ത് സന്തോഷാടാ, നീ എന്തായി പറയുന്നത്? നിന്നെ കഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടാനാടാ? നമ്മൾ കുട്ടികളൊന്നിച്ച് ഈ വീട്ടിലേക്ക് കയറിയില്ലേ, അത് സന്തോഷമുള്ള കാര്യമല്ലേ?
പക്ഷേങ്കിൽ അത് മാത്രമല്ല, വാങ്ങിച്ച കടം എപ്പോഴാണെങ്കിലും തിരിച്ചു തരണ്ട മഹേന്ദ്ര, അതാണ് അതിൻ്റെ മര്യാദ. ഇത് കുറച്ച് നേരത്തെ തരേണ്ടി വന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഞാൻ കരുതിയിരുന്നു. അതാ നിന്നോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഞാനൊരു വിഷമം പറഞ്ഞപ്പോൾ നിൻ്റെ മുന്നിൽ വന്നപ്പോൾ നീ എന്നെ സഹായിച്ചു. വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ എന്നെ നിർബന്ധിച്ച് സഹായിച്ചതാണ്. അതാ നിൻ്റെ മനസ്സ്, അതെനിക്കറിയാടാ. എന്നോടുള്ള നിൻ്റെ സ്നേഹം കടം വീട്ടാ മഹേന്ദ്ര. പക്ഷേ നിൻ്റെ ഈ സ്നേഹത്തിന് പകരം വയ്ക്കാനായിട്ട് ഒന്നുമില്ലടാ എൻ്റെ കയ്യിൽ. അത് വീട്ടാൻ എന്നെക്കൊണ്ട് പറ്റില്ല രാജേന്ദ്ര. പ്രഭാവതി പറഞ്ഞതും ചെയ്തതും ഒക്കെ ഞാൻ ക്ഷമിച്ചു. നിൻ്റെ വലിയ മനസ്സിന് മുൻപിൽ ഞാനതൊക്കെ മറന്നു. ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. ഓർക്കാൻ നീ എന്നോട് കാണിച്ച ആ സ്നേഹം അത് മാത്രം മതി എന്ന് പറഞ്ഞു. അന്നും ഇന്നും നീ എൻ്റെ നല്ല കൂട്ടുകാരനാ. നീ ചെയ്ത സഹായങ്ങൾ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എനിക്കത് മറക്കാനേ പറ്റില്ല. നീ അന്ന് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് പലതും നഷ്ടപ്പെട്ടേനെ. തീരാതെ നന്ദിയുണ്ട് മഹേന്ദ്ര. നീ എന്തിനാടാ നന്ദിയൊക്കെ പറയുന്നത്? ഞാൻ തന്നെയല്ലേടാ നീ എന്ന് ചോദിച്ചു. ഇത്രയും കാലമായിട്ടും പ്രഭാവതിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രഭാവതിക്കതല്ലടാ, ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ആരും അത് മനസ്സിലാക്കുകയും വേണ്ട. ഇരട്ടപ്പെട്ടവരെന്ന് നാട്ടുകാർ നമ്മളെ കളിയാക്കി പറയായിരിക്കും. പക്ഷേങ്കിൽ ഇരട്ടയല്ലട്ടോ, നമ്മൾ രണ്ടുപേരും ഒന്നാ മഹേന്ദ്ര, ഒന്ന്. എൻ്റെ മനസ്സൊരുകുമ്പോൾ നീ കരയുന്നത് അതുകൊണ്ടല്ലേടാ, അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ. രാജേന്ദ്രന് ഭയങ്കര സന്തോഷം, മഹേന്ദ്രനും സന്തോഷമായി. നീ വിഷമിക്കാതടാ എന്ന് പറഞ്ഞു. നീ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു രണ്ടുപേരും. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കാഞ്ചനനെയാണ്. അപ്പോൾ ദേണ്ട പ്രഭാവതിയുടെ റൂമിലേക്ക് വരികയാണ്. ആൾ കിളി പോയ പോലെ ഇരിപ്പാണ്. അപ്പോൾ കാഞ്ചന റൂമിലേക്ക് വന്നു. അവസാനം ഇങ്ങനെയായി പോയല്ലോ. എന്ത് പണിയാ അമ്മ കാണിച്ചത്? രണ്ടുപേരെയും അടിച്ച് പുറത്താക്കാൻ കിട്ടിയ അവസരം അമ്മ അത് കളഞ്ഞു കുളിച്ചു. അമ്മയ്ക്ക് തന്ന വാക്ക് വകവയ്ക്കാതെ അമ്മ ടൂറിന് പോയി. എന്നിട്ട് ടൂറിന് പോയിട്ട് ഈ വീട്ടിൽ കയറ്റാതിരിക്കാൻ പോരായിരുന്നു അമ്മയ്ക്ക്. എന്നിട്ട് അവിടെ അടിച്ചു പുറത്താക്കാൻ ചൂട് നിന്നയാൾ കാശ് കിട്ടിയപ്പോഴത്തേനും സൈലൻ്റ് ആയിപ്പോയി. കുന്തം വിഴുങ്ങിയതുപോലെ മിണ്ടാതെ ഒരേ നിപ്പ്. എനിക്ക് കാശ് വേണ്ട, ഒന്നും വേണ്ട, അത് തന്നവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക് എന്ന് പറയണമായിരുന്നു. വാക്ക് പാലിക്കാതെ അവരെ ടൂറിന് ഇവിടുത്തെ മക്കൾക്കൊപ്പം വിട്ടു എന്ന പോയിന്റ് പിടിച്ചു കയറി അവരെ അവരുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അടിച്ചിറക്കണമായിരുന്നു. അതിനു പകരം അമ്മ കാശ് വാങ്ങി വെച്ച് അവരെ വീട്ടിലേക്ക് കയറ്റി വിട്ടു. എൻ്റെ പൊന്നോ, അവസാനം നമ്മൾ തോറ്റു, അവർ വിജയിച്ചു. ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ്. സത്യം പറയാലോ, എന്താന്ന് സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. രാജേന്ദ്രൻ കാശുമായിട്ട് വരുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കാഞ്ചനെ. രണ്ടിനെ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കാൻ തന്നെയാണ് ഞാൻ മനസ്സിൽ കരുതിയത്. എന്നിട്ട് അങ്ങനെ അല്ലല്ലോ ഇപ്പം നടന്നത്. രാജേന്ദ്രൻ കാശുമായിട്ട് വന്ന എൻ്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. പിന്നെ ആ നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ കുഴങ്ങിപ്പോയി. പിന്നെ ഒരിക്കലും അയാൾ പണം തിരികെ തരില്ല, അയാളുടെ മക്കൾ ഈ വീട്ടിൽ കയറില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പണവുമായിട്ട് വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല കാഞ്ചനെ. സത്യം പറയാലോ, സത്യത്തിലെ പണം കണ്ടപ്പോഴത്തേനും എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പിന്നെ എന്ത് പറയാനാ, എൻ്റെ വാടഞ്ഞു പോയി. അങ്ങനെ കരുതിയാൽ മതി. കാറ്റ് പോയ ബലൂൺ പോലെ ആയിപ്പോയി. അതുമാത്രമല്ല, ഞാൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ പണം അയാൾ കൊണ്ടുവന്ന് തരികയും ചെയ്തു. പിന്നെ ഞാൻ എന്താ പറഞ്ഞ് വഴക്കടിക്കുക? കാശല്ല ഇവിടെ മുക്കം. വാക്ക് തെറ്റിച്ചതിനെ പിടിച്ച് വഴക്കടിക്കായിരുന്നു. നല്ലൊരവസരം കളഞ്ഞു കുളിച്ചു. ഞാൻ പറഞ്ഞില്ലേടി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ഞാൻ. ഒരു നിമിഷം സിംഹാണോ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. നടക്കുന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി ഞാൻ. രണ്ട് അഹങ്കാരികളാണ്. ഇനി നമ്മൾ പറയുന്ന അനുസരിക്കില്ല. ഇനി ആ കൂടെ അവളുമാർക്ക് അച്ഛൻ വന്ന് മുതലും പലിശയും തന്ന് അവരെ വീട്ടിലേക്ക് കയറ്റി. ഇനിയത്തെ അവസ്ഥ എന്തായിരിക്കും? ഇനി നമ്മുടെ തലയിൽ കയറും. അമ്മ പേടിക്കണ്ട, ഈ നമ്പേച്ചിയാണോ മരപ്പെട്ടിയാണോ പോലെ ആയിരിക്കും നമ്മളെ കാണുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കാഞ്ചനെ? ഇനി ഈ വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അമ്മ കണ്ടോ? കാറ്റ് പോയ അമ്മേനെ ബലൂൺ പോലെ അമ്മനെ വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടിടും, കണ്ടോ എന്ന് പറഞ്ഞ് കാഞ്ചന ഇറങ്ങിപ്പോയി.
അയ്യോ എന്ന് പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്തിരിപ്പാണ്. പിന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയും അഖിലേനെയാണ്. അപ്പം രണ്ടുപേരും ഭയങ്കര കരച്ചിലാണ്. ഈ സമയം അർജുനും ഗൗതവും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോഴാണ് രാജേന്ദ്രൻ വരുന്നത്. ആഹാ, കരയാതെ മക്കളെ, എന്തിനാ കരയണത് എന്ന് ചോദിച്ചു. അച്ഛാ, ഞങ്ങൾ അച്ഛനോട് കള്ളം പറഞ്ഞ് ഒരിക്കലും ടൂർ പോകാൻ പാടില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കച്ച എന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛന് അങ്ങനെ ചെയ്യാതായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, അതിനാണോ കരയുന്നത്? എൻ്റെ എടി, അതിന് എനിക്ക് സങ്കടവും വിഷമമൊന്നുമില്ല. എല്ലാവരും ചേർന്ന് അച്ഛനെ വിഡ്ഢിയാക്കിയെന്നൊന്നും അച്ഛന് തോന്നരുത്. അച്ഛനോട് ഞങ്ങൾ പിന്നീട് പറഞ്ഞോളാം, നിങ്ങൾ പോയിട്ട് വന്ന് മുത്തശ്ശി അമ്മയും പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളോട് ക്ഷമിക്ക്. ഞാൻ നിന്നെ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു പോയതിന് എൻ്റെ ഉള്ളിൽ നിങ്ങളോട് ദേഷ്യമുണ്ടെന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലും ഇല്ല. നിങ്ങളെ ഭർത്താക്കന്മാരുടെ ഒപ്പമല്ലേ പോയത്? അത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ മക്കളെ? എല്ലാവരും സന്തോഷത്തോടെ ഒന്ന് കറങ്ങി വന്നു. അതിനിപ്പം ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അച്ഛന് ഒരു ദേഷ്യമില്ല കേട്ടോ, സന്തോഷമേ ഉള്ളൂ. പിന്നെ മാലു നിങ്ങൾ ടൂറ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയത്. അർജുനും മീനുവാ പോയതെങ്കിൽ എനിക്ക് അത്രയും വലിയ സന്തോഷമൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷേ ഗൗതവും അഖിലയും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് രാജേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. മാമ, ഈ 55 ലക്ഷം രൂപ മാമൻ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? സത്യം പറയാലോ, ഇത് ഉണ്ടാക്കാനുള്ളൊരു പരക്കം പാച്ചിലായിരുന്നു. അതുമാത്രമല്ല, എങ്ങനെ ഉണ്ടാക്കും എന്നറിയില്ല. നാട്ടുകാർ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ ചോദ്യം വരും, എന്താ രാജേന്ദ്ര, നീ പൈസ കൊടുക്കുന്നില്ലേ? മക്കളെ വീട്ടിൽ തന്നെ നിർത്താനാണോ നിൻ്റെ പ്ലാന്? ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ആകെ വിഷമിച്ചിരുന്നു. ഒരു വഴിയും മുന്നിലുണ്ടായിരുന്നില്ല. ആ സമയത്താണ് മാലു നിങ്ങൾ 4 പേരുടെ ടൂർ പോയത് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ വരുമ്പോൾ എന്താണെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. അതിനു മുൻപ് എങ്ങനെയെങ്കിലും പണം കണ്ടെത്തണം എന്നുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. എന്താണെങ്കിലും അത് സാധിച്ചു. അതൊക്കെ പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഗൗതം? കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അർജുൻ, നന്നായിരുന്നു. അത് മതി, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരുന്നാൽ മതി, അത് മാത്രം മാമന് മതി എന്ന് പറഞ്ഞു. എങ്കിലും മാമൻ എന്ത് ചെയ്തു എന്നിങ്ങനെ അർജുൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല. 55 ലക്ഷം രൂപ ഇത്രയും വേഗം മാമനെ എങ്ങനെ സംഘടിപ്പിച്ചു? അത് വെറും 55 ഉള്ളൂ മക്കളെ. 300 കോടി വേണമെന്ന് പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംഘടിപ്പിക്കും. എൻ്റെ ഇതെല്ലാം എൻ്റെ മക്കൾക്കുള്ളതല്ലേ, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്? എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടിയില്ല. ഇനി എന്നെ ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ 4 പേരൂടെ അടുത്ത ദിവസങ്ങളിൽ വീട്ടിലേക്ക് വാ, നമുക്കൊരു 1-2 ദിവസം അവിടെ അടിച്ചു പൊളിക്കാം, എന്ത് പറയുന്നു? വരാം എന്ന് പറഞ്ഞ് ഇവരെ സമ്മതിച്ചു. എന്നാൽ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ, ഇനി അത് ഓർത്ത് 2 പേരും സങ്കടപ്പെട്ടിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് രാജേന്ദ്രൻ ഇറങ്ങുകയാണ്. രാജേന്ദ്രൻ ഇറങ്ങാൻ നേരത്തെ അപ്പോൾ ഇവർ പുറകെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ, വേണ്ട, എങ്ങോട്ടാ? എന്നെ യാത്രയാക്കാനാ? ആരും വരണ്ട, നിങ്ങൾ കുളിച്ച് ഫ്രഷായി ഒന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു എനർജിയൊക്കെ വരും, ഒരു ഉന്മേഷം. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉന്മേഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മഹേന്ദ്രനും മുത്തശ്ശനും പുറത്ത് നിൽക്കുന്നത്. രാജേന്ദ്രൻ വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പം രാജേന്ദ്ര എന്ന് വിളിച്ചു. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ എന്നാൽ ഇറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, ഇത്രയും പണം നീ എവിടെ നിന്നാടാ ഉണ്ടാക്കിയത്? എന്താ നീ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ എന്ന് മുത്തശ്ശനും ഇങ്ങനെ ചോദിക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.